ഹായ്, നമസ്കാരം. ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്കായ ഒരു മത്സരമുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. നമ്മളെല്ലാവരും പാൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ? പാല് രണ്ട് തരത്തിലുണ്ട്, A1-ഉം A2-ഉം. A1 എന്നാൽ A1 ബീറ്റ കസീൻ എന്ന പ്രോട്ടീൻ ധാരാളം അടങ്ങിയിരിക്കുന്നതും A2 എന്നാൽ A2 ബീറ്റ കസീൻ എന്ന പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നതും. A2 പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ തനത് നാടൻ പശുക്കളാണ്, ഇന്ത്യൻ ദേശി കൗസ്. ഗിർ, സഹ്യവാൾ, പൊങ്കന്നൂർ. കേരളത്തിലേക്ക് വന്നാൽ വെച്ചൂര്, കാസർഗോഡൻകുള്ളൻ, പെരിയാറ്, ചെറുവള്ളി തുടങ്ങിയവ. ഇതുകൂടാതെ ആട്, എരുമ, ഒട്ടകം എന്നിവയുടെ പാലും A2 ആണ്. ഇനി A2 പാലും മനുഷ്യനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയുമോ? മനുഷ്യൻ്റെ അമ്മയുടെ പാലും A2 ആണ്. അതിനാൽ നമ്മുടെ DNA A2 മിൽക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാരണം കൊണ്ട് A2 മിൽക്ക് പൂർണ്ണമായി ദഹിപ്പിക്കാനും അതിൻ്റെ പോഷകങ്ങൾ ആഗിരണം ചെയ്യാനും നമ്മുടെ ശരീരത്തിന് എളുപ്പത്തിൽ സാധിക്കും. ഇന്ന് എല്ലാ വീടുകളിൽ നിന്ന് വിദേശത്ത് താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരുമായി സംസാരിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു കാര്യം, പലർക്കും പാൽ അലർജിയാണ്, ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. നമ്മുടെ നാട്ടിലും ഇത് കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇതിന് കാരണം A2 അല്ലാത്ത പാലിൻ്റെ ഉപയോഗമാണ്. ഞാനിവിടെ നാടൻ പശുക്കളെ വളർത്തുന്ന രീതികൾ കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കാം. കൊമേഴ്ഷ്യൽ ഫുഡ് കൊടുക്കാതെയാണ് വളർത്തുന്നത്. മില്ലിൽ നിന്ന് നേരിട്ട് സൾഫർ അടങ്ങിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ പിണ്ണാക്കാണ് കൊടുക്കാറ്. പിന്നെ അഴിച്ചുവിട്ട് യഥേഷ്ടം പുല്ല് തിന്ന് വെയിലുകൊണ്ട് മഴ നനഞ്ഞാണവ ജീവിക്കുന്നത്. രണ്ട് കാലുള്ള മനുഷ്യരോട് ഡോക്ടേഴ്സ് പറയും ഇത്ര ദൂരം ഒരു ദിവസം നടക്കണമെന്ന്. അപ്പോൾ 4 കാലുള്ള പശുക്കൾ എന്തുമാത്രം നടക്കണമെന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ. അതുപോലെ വെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും. ഈ ഗുണങ്ങളെല്ലാം തന്നെ അതിൻ്റെ പാലിലും ഉണ്ടാകും. നാടൻ പശുവിൻ്റെ പാലിന് 200 രൂപ വരെ വിലയുണ്ട്. കാരണം 2-3 ലിറ്ററാണ് അതിൻ്റെ ഉൽപ്പാദനം. ഞാനിവിടെ വിൽക്കുന്നത് 120 രൂപയാണ് ഒരു ലിറ്ററിന്. ഞാനൊരു നല്ല രാഷ്ട്രീയക്കാരനാണ്. കാരണം രാഷ്ട്രീയത്തെ സേവിക്കുന്നവരാരോ അവരാണ് രാഷ്ട്രീയക്കാരൻ. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സേവകർ എന്ന് പറയുന്നത് 2 വിഭാഗമാണ്. ഒന്ന് ആ അതിരുകൾ കാക്കുന്ന ജവാന്മാരും, 2 ആ രാജ്യത്തിൻ്റെ കർഷകരും. അതുകൊണ്ടാണ് ഇടയ്ക്ക് നമ്മൾ ഹിന്ദിയിൽ ഒരു ആപ്തവാക്യം പറയാറുള്ളത്, ജയ് ജവാൻ ജയ് കിസാൻ. ഈ 2 വിഭാഗത്തിൻ്റെ ജോലിയും കഠിനമാണ്. കൃഷിക്കാരനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിശ്രമം കഠിനമായ ഒരു പദമാണ്. മാത്രമല്ല കൃഷി ചെയ്ത് സമ്പന്നരായ ആരെങ്കിലും നമ്മൾക്ക് അറിയാമോ? എന്നാൽ കൃഷി ചെയ്ത് കടക്കാരാവുകയും ജീവഹാനി സംഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ജൈവ കർഷകൻ എന്ന നിലയ്ക്ക് ഈ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയാണ് ഞാൻ. കാരണം നല്ല ഭക്ഷണത്തിലൂടെ മാത്രമേ ആരോഗ്യമുള്ളൊരു തലമുറ ഉണ്ടാകൂ എന്ന തിരിച്ചറിവാണ്. കൃഷി ചെയ്യുക എന്ന് മാത്രമല്ല, കൃഷിയിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. പശുക്കുട്ടികൾക്ക് ഞാനോ വീട്ടിലെ ആരെങ്കിലുമായിരിക്കും സാധാരണ പേരുകളിടുക. എന്നാൽ ഇന്നലെ ജനിച്ച ഈ പശുക്കുട്ടിക്ക് പേരിടുക ഞങ്ങളായിരിക്കില്ല. പകരം അതിനുള്ള അവസരം നിങ്ങൾക്കാണ്. നിങ്ങൾക്കിഷ്ടമുള്ള പേര് ഡയറക്റ്റ് മെസ്സേജിലൂടെ എനിക്ക് അയച്ചു തരാം. നറുക്കെടുപ്പിലൂടെ അതിൽ നിന്ന് ഒരു പേര് തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ആ പേര് നിർദ്ദേശിച്ച ആൾക്ക് ഈ കുഞ്ഞു പശുവിൻ്റെ അമ്മയുടെ A2 പാല് കൊണ്ടുണ്ടാക്കിയ തൈര് 1 ലിറ്റർ പ്രോത്സാഹന സമ്മാനമായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരെയും കിടാവിൻ്റെ പേരിടൽ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി.